ഇന്ന് നമ്മൾ മുട്ട ബിസ്ക്കറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മുട്ട ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. നമ്മളിതിന് യെല്ലോ ബിസ്ക്കറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തത്. ഇതൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര ചെറിയ തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ പൊടിക്കേണ്ട ആവശ്യമില്ല. വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. പഞ്ചസാര ഇതിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാതെ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മളിതിന് വേണ്ടി ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് കുറച്ച് സമയം മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിതിലേക്ക് ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം. കളറ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. യെല്ലോ ഫുഡ് കളറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി ഈ ബാറ്റർ ഇതുപോലുള്ളൊരു കവറിൽ ഇട്ടിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് ചെയ്താലും മതി. നമുക്ക് താല്പര്യമുള്ളത് എടുക്കാം. പിന്നെ സിപ്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ളൊരു കവറാണ് എടുക്കുന്നത്. ഇതിലേക്ക് ബാറ്റർ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വളരെ ചെറിയ ഡ്രോപ്പ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ബിസ്ക്കറ്റ് ആയി വരുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മൾ 130 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. കളറൊന്ന് മാറി വരുന്നവരെ നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് 130 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ യെല്ലോ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്